സ്വന്തം വീടെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്. കുഞ്ഞുനാൾ മുതൽ കളിച്ചു വളർന്ന അവരുടെ ഇഷ്ടപ്പെട്ട ഇടം. മാതാപിതാക്കളുടെ കരുതലും സ്നേഹവും മക്കൾ അവിടെ ആവോളം അനുഭവിക്കാറുണ്ടല്ലേ. സ്കൂളിൽ പോയാലും കൂട്ടുകാർക്കൊപ്പം കളിച്ചാലും വൈകിട്ട് വീട്ടിലെത്തി അച്ഛനമ്മമാരുടെ വിശേഷങ്ങളെല്ലാം തുറന്നു പറയുന്ന മക്കളുണ്ട്. കുട്ടികൾക്ക് എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാനുള്ള സാഹചര്യം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഉണ്ടോ? കുഞ്ഞുങ്ങളുടെ മുഖമൊന്ന് വാടിയാൽ, മനസ്സൊന്ന് പതറിയാൽ അത് തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് കഴിയാറുണ്ടോ? പ്രത്യേകിച്ച് പെൺമക്കളെ കേൾക്കാൻ എത്ര അമ്മമാർ മനസ്സ് കാണിക്കാറുണ്ട്? ആലുവയിൽ 14-കാരിയെ രണ്ടാനച്ഛൻ 1 വർഷത്തോളം പീഡിപ്പിച്ചത് സ്വന്തം അമ്മ പോലും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഇക്കാലത്ത് പല വീടുകളിലും ഇങ്ങനെ ചൂഷണത്തിനിരയായി നരകജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം. ആരാണ് അവർക്ക് സംരക്ഷണം നൽകേണ്ടത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മുടെ വീടുകളിൽ പെൺകുട്ടികൾ ഒരു അപകടക്കെണിയിൽ വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ പലപ്പോഴും അമ്മമാരായിരിക്കും. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പിഴവുകളും വീഴ്ചകളുമെല്ലാം കുട്ടികളെയാണ് ബാധിക്കുക. ആലുവയിൽ അമ്മയുടെ ആൺസുഹൃത്ത് 14 വയസ്സുകാരിയെ 1 വർഷത്തോളം ലൈംഗികമായി പീഡിപ്പിച്ചത് പുറം ലോകം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതിലാരെ പഠിക്കണം? അമ്മ വീട്ടിലില്ലായിരുന്ന സമയത്താണ് യുവാവ് പെൺകുട്ടിയെ പലതവണ ചൂഷണം ചെയ്തത്. ഒടുവിൽ ഫേസ്ബുക്കിൽ കുട്ടിക്കൊപ്പമുള്ള ഒരു ഫോട്ടോ പുറത്തു വന്നപ്പോഴാണ് ഇക്കാര്യം അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കേസിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ സ്വദേശികളായ അമ്മയും മകളും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അച്ഛനുമായി പിരിഞ്ഞു താമസിക്കുകയാണ്. 1 വർഷം മുൻപാണ് പ്രതി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അമ്മയുടെ സുഹൃത്തായ യുവാവ് പിന്നീട് ഇവർക്കൊപ്പമായി താമസം. അങ്ങനെയാണ് അയാൾ 14-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്. അമ്മ ഇല്ലായിരുന്ന സമയത്ത് പലതവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. കഴിഞ്ഞ 1 വർഷമായി ഇയാൾ പീഡിപ്പിച്ചിരുന്നതായാണ് പെൺകുട്ടിയുടെ മൊഴി. കഴിഞ്ഞ ദിവസം 14-കാരിയുടെ ചിത്രം ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതിൽ അസ്വാഭാവികത തോന്നിയ അമ്മയുടെ മറ്റൊരു സുഹൃത്ത് ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് അമ്മ മകളോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് പീഡന വിവരം പെൺകുട്ടി തുറന്നു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ആലുവ റൂറൽ എസ്.പിക്കാണ് അമ്മയും കുട്ടിയും പരാതി നൽകിയത്. പരാതി പ്രകാരം സ്വകാര്യ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് പ്രതിയെ ആലുവ പോലീസ് പോക്സോ കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ 1 വർഷത്തോളമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് 18 കൊച്ചി. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് ഇന്നും കേരളത്തിൻ്റെ മനസാക്ഷിക്കേറ്റ മുറിവാണ്. ആ പെൺകുട്ടികൾ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയായതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടും പ്രതികൾ ഇപ്പോഴും സ്വൈര്യവിഹാരം ജീവിക്കുന്നു. 2 കുരുന്നുകളുടെ ജീവിതം പിച്ചു ചീന്തിയ പ്രതികൾ പുറത്തിറങ്ങി നടക്കുന്നത് ഈ നാട്ടിലെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് തന്നെയാണ് വെല്ലുവിളി. പാലക്കാട് ഒറ്റയ്ക്ക് താമസിക്കുന്ന 60-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വാളയാർ കേസിലെ പ്രതിയാണ്. വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹമരണ കേസിൽ ജാമ്യത്തിലിറങ്ങിയ അട്ടപ്പള്ളം സ്വദേശി അരുൺ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് കേസ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ്
60-കാരിയുടെ പരാതി. അരുൺ പ്രസാദ് വീട്ടിൽ അതിക്രമിച്ചു കയറിയതോടെ സ്ത്രീ നിലവിളിച്ചു. ഇത് കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് പോലീസിൽ വിവരമറിയിച്ചത്. തുടർന്ന് വാളയാർ പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. വാളയാർ ഇൻസ്പെക്ടർ NS രാജീവിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ബലാത്സംഗ ശ്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ൽ വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത 2 സഹോദരിമാർ പീഡനത്തിനിരയാവുകയും ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്ത കേസിലെ 5ാം പ്രതി കൂടിയാണ് പാമ്പാമ്പള്ളം കല്ലങ്ങാട് സ്വദേശിയായ അരുൺ. വാളയാർ സംഭവം നടക്കുമ്പോൾ ഇയാൾക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. വാളയാർ കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റവും ഒടുവിലാണ് അരുൺ പ്രസാദിനെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനൈൽ കോടതിയിലായിരുന്നു കേസ്. ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിടുകയായിരുന്ന അരുൺ നിലവിൽ ജാമ്യത്തിലിറങ്ങിയതാണ്. ന്യൂസ് 18 വാളയാർ. ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം എല്ലാം പങ്കുവെക്കുന്നവരാണെങ്കിൽ കുടുംബജീവിതം എത്ര മനോഹരമായിരിക്കുമല്ലേ? എന്നാൽ എൻ്റെ ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും മാത്രം പരിഗണന കൊടുക്കുമ്പോഴാണ് ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാകുന്നത്. ഇടുക്കിയിൽ ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് ഭർത്താവ് കൊലപ്പെടുത്തിയത് സംശയത്തെ തുടർന്നാണ്. കഴിഞ്ഞ ദിവസമാണ് മാങ്കുളം സ്വദേശി രഘു മദ്യലഹരിയിൽ വീട്ടിലെത്തി ഭാര്യ മിനിയെ തീ കൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഭാര്യയുടെ മരണം സംഭവിച്ചു. കേസിൽ ഭർത്താവ് രഘുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ മദ്യലഹരിയിലെത്തിയ രഘു ഭാര്യ മിനിയുമായി വഴക്കുണ്ടാക്കുകയും വീട്ടിലിരുന്ന മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. മിനിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് തീ അണച്ച ശേഷം ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. മൂന്നാർ SHO രാജൻ കെ അരമന, SI ബിനു ആൻഡ്രൂസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയായ മാങ്കുളം താളുങ്കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന രഘു തങ്കച്ചനെ അറസ്റ്റ് ചെയ്തത്. ദമ്പതിമാർ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. രഘുവിന് ഭാര്യയിലുണ്ടായിരുന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഭർത്താവിന് ഈ ഭാര്യയിൽ ഉണ്ടായ സംശയമാണ് ഇയാളെ ഈ കൃത്യത്തിൽ പ്രേരിപ്പിച്ചെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലുള്ള നിഗമനം. കേസ് കൂടുതലായിട്ട് അന്വേഷിച്ചു വരികയാണ്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മൂന്നാർ. തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ 2 മണിക്കൂറിനുള്ളിൽ ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സന്ദേശമെത്തിയത് വലിയ രീതിയിൽ ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയതാണ്. പിന്നീട് പോലീസ് പഴുതടച്ച അന്വേഷണവും തിരച്ചിലും നടത്തിയതോടെ സംഭവം വ്യാജ സന്ദേശമെന്ന് മനസ്സിലായി. എന്നാൽ ഇങ്ങനെ പതിവായി വ്യാജ ബോംബ് ഭീഷണി എത്തുന്നത് അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുമോ? ഒടുവിൽ വ്യാജ മെസ്സേജ് അയച്ച ആളെ കണ്ടെത്താൻ പോലീസ് നടത്തിയ അന്വേഷണം പത്തനംതിട്ടയിലാണ് എത്തിയത്. കേസിൽ റാന്നി സ്വദേശി ഹരിലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഭീഷണി മുഴക്കിയതെന്നാണ് ഹരിലാലിന്റെ മൊഴി. ഇയാൾക്കെതിരെ 5 കേസുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ മാസം 24-നാണ് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഫോൺ സന്ദേശം വന്നത്. 2 മണിക്കൂറിനുള്ളിൽ പൊട്ടുമെന്നായിരുന്നു ഭീഷണി.
പോലീസ് നടത്തിയ പരിശോധനയിൽ ഇത് വ്യാജ സന്ദേശമെന്ന് തിരിച്ചറിഞ്ഞു. സംഭവത്തിന് ശേഷം ഇയാൾ ഫോൺ ഓഫ് ചെയ്തിരുന്നു. ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ തമ്പാനൂരിലെ ഒരു ഹോട്ടലിൽ പ്രതി ഹരിലാൽ ജോലി ചെയ്തിരുന്നു എന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് മുന്നേ 5 കേസുകളുണ്ട്. ടോട്ടൽ 5 കേസുകളായിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് നമ്മൾ ICJS പ്ലാറ്റ്ഫോമിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇയാൾക്ക് ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു തീവെപ്പ് കേസ്, പിന്നെ അതല്ലാതെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ 2 കേസ്, കൂടാതെ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ 1 കേസ്, പിന്നെ ഈ എറണാകുളം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇയാൾ കൊച്ചി മെട്രോ റെയിൽവേയിൽ ഇതുപോലെ ബോംബ് ഭീഷണി നടത്തിയിട്ട് ഒരു കേസുള്ളത്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 1 കേസുണ്ട്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് തമ്പാനൂരിലെ ഹോട്ടലിൽ നിന്ന് ഹരിലാലിനെ പറഞ്ഞുവിട്ടിരുന്നു. വ്യാജ ഭീഷണി മുഴക്കിയ ദിവസം ഈ ഹോട്ടലിലെ ജീവനക്കാരനെ ഹരിലാൽ ബന്ധപ്പെട്ടിരുന്നു. ഈ ജീവനക്കാരനെ ഉപയോഗിച്ചാണ് പ്രതിയെ പോലീസ് വിദഗ്ധമായി പിടികൂടിയത്. കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ആറന്മുളയിൽ തീവെപ്പ് കേസ്, കൊച്ചി മെട്രോയിൽ ബോംബ് വെച്ചെന്ന വ്യാജ സന്ദേശം എന്നിവയുൾപ്പെടെ 5 കേസുകൾ നിലവിൽ ഹരിലാലിനെതിരെയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രണയം നടിച്ച് പെൺകുട്ടികളുടെ ജീവിതം പിച്ചി ചീന്തുന്നവർ വെറുക്കപ്പെട്ട മനുഷ്യരാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രണയക്കേണി ഒരുക്കി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവനാണ് കൊച്ചി മട്ടാഞ്ചേരി സ്വദേശി മുബാദ് എന്ന് വിളിക്കുന്ന റോബിൻ. പോക്സോ കേസിൽ 3 വർഷത്തോളം ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് ഒടുവിൽ പിടികൂടിയിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്ത കേസിലാണ് റോബിനെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകിയാണ് മുവാദ് എന്ന റോബിൻ പലപ്പോഴായി പീഡിപ്പിച്ചിരുന്നത്. ഇത് ചതിയാണെന്ന് പെൺകുട്ടി തിരിച്ചറിയാൻ വൈകി. തുടർന്ന് പീഡന ദൃശ്യങ്ങൾ പ്രതി മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും പലതവണ പീഡിപ്പിക്കുകയും ചെയ്തു. വിവരം വീട്ടിലറിയിച്ചാൽ കൊന്നുകളയുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി. പിന്നീട് പെൺകുട്ടി ഇക്കാര്യം വീട്ടിലറിയിച്ചു. ഇതേ തുടർന്ന് കുടുംബം നൽകിയ പരാതിയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് കേസെടുത്തതോടെ ഒളിവിൽ പോയ പ്രതിയെ പിന്നീട് പിടികൂടുകയായിരുന്നു. സമ്പന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കണ്ടെത്തി അവരെ വലയിലാക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് പ്രണയം നടിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. പിന്നീട് ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടും. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മുബാദ് എന്ന് പോലീസ് പറഞ്ഞു. മുൻപ് ആയുധം കൈവശം വെച്ചതിന് ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇയാൾക്ക് പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്തിരുന്ന സുഹൃത്തിനു വേണ്ടിയും പോലീസ് തെരച്ചിൽ നടത്തുന്നു. ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്നതിന് റോബിനെ സഹായിച്ചിരുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാണ്. ന്യൂസ് 18 കൊച്ചി. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മനുഷ്യരെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ചില ആശ്രമങ്ങളുണ്ട്. അവിടെ നിന്ന് പെൺകുട്ടികളുടെ നിലവിളി ശബ്ദങ്ങളും കേൾക്കാം. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ആശ്രമത്തിലാണ് ദേശീയ തായ്ക്കൊണ്ടോ താരത്തെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ലഡുവിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന കേസിൽ യുവതി പരാതി നൽകിയിട്ടും പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ജനുവരിയിലാണ് സംഭവം നടന്നത്. ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് പ്രതികൾ പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് ഭയന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. ആശ്രമത്തിലെ മുഖ്യ പുരോഹിതനും മറ്റു ചിലരും ചേർന്ന് ആശ്രമത്തിലെത്തിച്ച് കൂട്ടബലാത്സംഗം ചെയ്തെന്നാണ് ആരോപണം. പഴയ വസ്ത്രങ്ങൾ വിൽക്കുന്ന കട തുടങ്ങാൻ സ്ഥലം അന്വേഷിക്കുന്നതിനിടെയാണ്
പുരോഹിതനായ ഗോവിന്ദ് മഹത്തോയെ സമീപിച്ചത്. സ്ഥലം കണ്ടെത്താൻ സഹായിക്കാൻ കഴിയുന്ന സ്വാധീനമുള്ള ആളുകളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് ഗോവിന്ദ് പെൺകുട്ടിയെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയത്. ആശ്രമത്തിനുള്ളിൽ വെച്ച് ഗോവിന്ദ് ഒരു ലഡ്ഡു നൽകിയെന്നും അത് കഴിച്ചതോടെ ബോധം നഷ്ടപ്പെട്ടതായും കായിക താരം പറയുന്നു. നാലുപേരാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് ദേശീയ തൈക്കോണ്ടോ താരമായ പെൺകുട്ടി പറയുന്നത്. പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മഹേഷ് കുമാർ സ്ഥിരീകരിച്ചു. പെൺകുട്ടി ഒരു വീഡിയോയും സമർപ്പിച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആശ്രമമുറി പോലീസ് സന്ദർശിച്ചു. അതേസമയം പെൺകുട്ടി പറയുന്ന സമയത്ത് പ്രയാഗ്രാജിൽ കുംഭമേളയിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നാണ് ആശ്രമത്തിലെ പുരോഹിതർ അവകാശപ്പെടുന്നത്. തെളിവായി ഫോട്ടോകളും വീഡിയോകളും പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടെന്നാണ് അവരുടെ വിശദീകരണം. എല്ലാ വശങ്ങളും പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 ലക്നൗ. പെൺകുട്ടികളെ ഉപയോഗിച്ച് ഹണി ട്രാപ്പിലൂടെ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ നാട്ടിൽ ഇപ്പോൾ സജീവമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇങ്ങനെ യുവാവിൻ്റെ ആഡംബര കാറും സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നത് ഇൻസ്റ്റഗ്രാമിൽ കെണി ഒരുക്കിയാണ്. സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് വിവരം. കേസിൽ ടെക്നോ പാർക്കിലെ ആനിമേഷൻ വിദ്യാർത്ഥിയും പിടിയിലായി. തൃശൂർ ചാവക്കാട് സ്വദേശി ജയകൃഷ്ണനാണ് ഒടുവിൽ അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് ഹണി ട്രാപ്പിന് ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 23 നടന്ന സംഭവത്തിൽ നേരത്തെ 6 പേർ അറസ്റ്റിലായിരുന്നു. മാറനല്ലൂർ സ്വദേശി അനുരാജിനെയാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് വിളിച്ചുവരുത്തി ആക്രമിച്ച ശേഷം കാറും സ്വർണവും ഫോണും തട്ടിയെടുത്തത്. സംഭവത്തിന് 2 ആഴ്ച മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയാണ് അനുരാജിനെ കഴക്കൂട്ടത്തേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ എത്തിയപ്പോൾ അനുരാജിന്റെ കാറിൽ പെൺകുട്ടി കയറി. ഇതേസമയം കാറിന്റെ ലൊക്കേഷൻ വാട്സാപ്പ് വഴി പ്രതികൾക്ക് കൈമാറി. ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് അനുരാജിന്റെ കാർ ഇന്നോവ കാറിലെത്തിയ പ്രതികൾ തടഞ്ഞു. കഴുത്തിൽ കത്തിവെച്ച് 3 പവൻ വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത ശേഷം മർദ്ദിച്ചു. മർദ്ദനം സഹിക്കവയ്യാതെ അനുരാജ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് കാറുമായി അക്രമികൾ കടന്നുകളഞ്ഞു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കാർ തട്ടിയെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് ഹണി ട്രാപ്പിന് ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ തൃശൂർ ചാവക്കാട് സ്വദേശി ജയകൃഷ്ണനാണ് ഒടുവിൽ പിടിയിലായത്. ടെക്നോ പാർക്കിൽ ആനിമേഷൻ വിദ്യാർത്ഥിയായ ഇയാളും സംഘത്തിലുണ്ടായിരുന്നതായി പോലീസ് വ്യക്തമാക്കി. നെയ്യാറ്റിൻകര സ്വദേശി കാർത്തിക്, പേയാട് സ്വദേശി അർഷാദ്, പാലോട് സ്വദേശി ആസിഫ് എന്നിവരടക്കം നേരത്തെ പിടിയിലായിരുന്നു. പേയാട് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് അർഷാദ്. മറ്റു പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വ്യാജ ലഹരി കേസിൽ കുടുക്കി പോലീസും എക്സൈസും നിരപരാധികളായ നിരവധി പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് കാസർഗോഡ് സ്വദേശി ബിജു മാത്യുവിനും കണ്ണൂർ സ്വദേശി മണികണ്ഠനും 151 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒടുവിൽ MDMA എന്ന് കരുതി പിടിച്ചെടുത്തത് കൽക്കണ്ടമെന്ന് രാസപരിശോധനാ ഫലം. ജയിലിന് പുറത്തിറങ്ങിയ ശേഷം തന്നെ കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെ നിയമ പോരാട്ടത്തിലാണ് ബിജു. അതിനിടെ ബിജുവിനെ ഫോണിൽ വിളിച്ച് അജ്ഞാത സംഘം ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. MDMA എന്ന് കൽക്കണ്ടപ്പൊടി പിടികൂടി കേസാക്കിയത് കോഴിക്കോട് നടക്കാവ് പോലീസ്.
തുടർന്ന് കാസർഗോഡ് ചെരുമ്പച്ചാൽ സ്വദേശി ബിജു മാത്യുവിനും കണ്ണൂർ വാരം സ്വദേശി മണികണ്ഠനും ജയിലിൽ കഴിയേണ്ടി വന്നത് 5 മാസം. ഒടുവിൽ രാസപരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് നിരപരാധിത്വം തെളിഞ്ഞത്. ഇവരുടെ ദുരവസ്ഥ ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഇതോടെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെയാണ് ബിജു മാത്യുവിനെ തേടി ഭീഷണി സ്വരത്തിലുള്ള ഫോൺ കോൾ എത്തിയത്. ഇന്റർനെറ്റ് കോൾ വഴിയാണ് വിളിച്ചതെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം കാറിലെത്തിയ സംഘം വീടും പരിസരവും നിരീക്ഷിച്ചുവെന്നും ബിജു പറയുന്നു. ഇന്നലെ രാവിലെ ഒരു കോൾ വന്നു, പക്ഷെ നമ്പറൊന്നും കിട്ടിയിട്ടില്ല. അത് നെറ്റ് കോളാണ് സംഭവം. അങ്ങനെ ഒരു കോൾ വന്നു. നിങ്ങൾ മാധ്യമത്തിലെല്ലാം വാർത്തകൾ കൊടുത്ത് നിങ്ങൾ നിറഞ്ഞു നിൽക്കുവാണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപരിഹാരം കിട്ടുമായിരിക്കും, പക്ഷേ അതുകൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോലീസിനെതിരായിട്ടൊരു കംപ്ലയിൻറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കോൾ വന്നു. പക്ഷേ ആ കോള് മൊബൈലിൽ കിട്ടുന്നില്ല. നെറ്റ് കോൾ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചാൽ നെറ്റ് കോൾ വരില്ല. അതുപോലെ സംഭവമാണ് വന്നത്. കൽക്കണ്ടമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും പോലീസ് ചെവി കൊണ്ടില്ലെന്ന് ബിജു മാത്യു പറഞ്ഞു. ഡാൻസ് ഓഫ് സംഘം മനഃപൂർവ്വം കേസിൽ കുടുക്കിയതാണെന്നും ക്രെഡിറ്റ് ലഭിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും ബിജു മാത്യു. ഡാൻസ് ഓഫ് സ്ക്വാഡാണ് പിടിച്ചത്. പക്ഷെ ഇവർ അന്നേരം ഞങ്ങൾ രണ്ടുപേരും 3:30 നിങ്ങൾ സ്വന്തം ജാമ്യത്തിൽ വിട്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർക്കും അറിയാമായിരുന്നു എന്നുള്ള, അതായത് ഈ സംഭവം ഞങ്ങളിതിനകത്ത് ഒരു പാവങ്ങളാണ്. പക്ഷേ ഇവർക്കെന്തോ കേസിന് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അവർ ചെയ്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിൽ ഡൗട്ട് വരുന്നത്. ഭീഷണി ഫോൺ കോൾ സംബന്ധിച്ച് ഇതുവരെ ബിജു പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ലഹരിമരുന്ന് കേസെടുത്തതോടെ ജോലി പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന താൻ എങ്ങനെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ബിജു ചോദിക്കുന്നു. കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഉറ്റവർ പോലും തെറ്റിദ്ധരിച്ചു. ഞാൻ വക്കീലന്മാരുടെ അടുത്ത് പോയായിരുന്നു. പക്ഷെ അവരും എല്ലാവരും പറയുന്നത് ഇത്ര പൈസ കൊടുക്കാം. പക്ഷെ എന്നാലും ഒരാൾ ജാമ്യത്തിൽ നിൽക്കുന്നില്ല. ഒറ്റ ഒരാൾ ജാമ്യത്തിൽ നിൽക്കുന്നില്ല. അതേസമയം നിയമസഹായം വാഗ്ദാനം ചെയ്ത് ഹൈക്കോടതിയിലെ നിരവധി പ്രഗത്ഭ അഭിഭാഷകർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ബിജു വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ DGPയോടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം. ഇതൊന്നും നമ്മുടെ പോലീസിന് ബാധകമല്ല. അതിനപ്പുറമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഭീഷണി വരുന്നു എന്നതും. എന്തായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ഇടപെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിലെങ്കിലും ഇദ്ദേഹത്തിന് നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇപ്പോൾ ജോലി പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം കഴിയുന്നത്. 5 മാസമാണ് ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്നത്. നീതി കാത്തിരിക്കുകയാണ് ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായ കണ്ണൂർ വാരത്തെ മണികണ്ഠനും. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. കാരണം ഇക്കാലത്ത് സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്താറുണ്ട്. ചില കൂട്ടുകാർ നമ്മളോട് എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള പല മാർഗങ്ങളും പറഞ്ഞു തരാറുണ്ടല്ലേ. പാലക്കാട് മങ്കര സ്വദേശിനിയായ യുവതിയെ സുഹൃത്ത് ഇങ്ങനെയാണ് ലഹരിക്കെണിയിൽ വീഴ്ത്തിയത്. പാലക്കാട് കോങ്ങാട് ഒരു കേറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്ന ഇരുവരും കൂടുതൽ പണം സമ്പാദിക്കാൻ ലഹരി കടത്തു തുടങ്ങി. ഇതിനായി ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച 1.5 കിലോ MDMAയുമായി 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മങ്കര സ്വദേശികളായ സുനിലും സരിതയുമാണ് പിടിയിലായത്. പാലക്കാട് കോങ്ങാട് നിന്നാണ് മങ്കര സ്വദേശികളായ സുനിൽ, സരിത എന്നിവരെ പിടികൂടിയത്. ബംഗളൂരിൽ നിന്നാണ് ഇവർ MDMA എത്തിച്ചത്. പാലക്കാടും തൃശൂരും ചില്ലറ വിൽപ്പനക്കായാണ് ലഹരി മരുന്ന് കൊണ്ടുവന്നത്. സുനിലും സരിതയും ഒരുമിച്ച് പഠിച്ചവരാണ്. സരിത തൃശൂരിലേക്ക് വിവാഹം കഴിച്ചു പോയെങ്കിലും സുനിലുമായി സൗഹൃദം തുടർന്നു. 1 വർഷം മുൻപ് ഇരുവരും ചേർന്ന് കോങ്ങാട് ടൗണിൽ കാറ്ററിംഗ് സ്ഥാപനവും ആരംഭിച്ചിരുന്നു. ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരും ഡാൻസ് ഓഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബംഗളൂരിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് രാസലഹരി കൂടിയ അളവിൽ വാങ്ങി കേരളത്തിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു രീതി.
കഴിഞ്ഞ ദിവസം ഇരുവരും ബംഗളൂരുവിലേക്ക് പോയ വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. ഇവർ തിരിച്ചു വരുന്നെന്ന് നോക്കി പോലീസ് കാത്തുനിന്നു. ഇരുവരും വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കൈയോടെ പിടികൂടിയത്. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. മഞ്ചേശ്വരത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 33 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. ഉപ്പള സോങ്കാൽ സ്വദേശി അശോകാണ് പിടിയിലായത്. ജില്ലയിലെ കഞ്ചാവ് വിതരണക്കാരിൽ പ്രധാന കണ്ണിയാണ് പിടിയിലായ പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. അവധി കഴിഞ്ഞ് സ്കൂളുകളും കോളേജുകളും തുറക്കുന്നതോടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സംശയം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത്. വീട്ടിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച 33 കിലോ കഞ്ചാവാണ് മഞ്ചേശ്വരം പോലീസ് പിടികൂടിയത്. ഉപ്പള സോങ്കാൽ സ്വദേശി അശോകാണ് പിടിയിലായത്. ജില്ലയിലെ കഞ്ചാവ് വിതരണക്കാരിൽ പ്രധാന കണ്ണിയാണ് പിടിയിലായ പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ ചാക്കുകളിലാക്കി സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽകുമാർ CKയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം പിടിച്ചത്. വേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് സംശയിക്കുന്നു. കർണാടക, ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇയാൾ കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തിക്കുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ നാട്ടിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ചാരിറ്റി ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടയിലെത്തുന്ന സുമനസ്സുകളായ മനുഷ്യർ ഇതിൽ ചെറിയ തുകയൊക്കെ നിക്ഷേപിക്കും. എന്നാൽ ഇങ്ങനെ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ബോക്സുകൾ കൊള്ളയടിക്കുന്ന ആളുകളുമുണ്ട് ഇവിടെ. കോട്ടയം ഈരാറ്റുപേട്ടയിലെ ഹോട്ടലിൽ സ്ഥാപിച്ചിരുന്ന ചാരിറ്റി ബോക്സ് മോഷ്ടിച്ച ഒരു കള്ളനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈരാറ്റുപേട്ട സ്വദേശി സുബൈറിനെ പണം മോഷ്ടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു. പനക്കപ്പാലത്തെ ഹോട്ടലിൽ നിന്ന് ശനിയാഴ്ചയാണ് പ്രതി മോഷണം നടത്തിയത്. ശനിയാഴ്ച രാവിലെ 10:30യോടെയാണ് മോഷണം. ഈരാറ്റുപേട്ട പനക്കപ്പാലത്തെ വിന്നർ ഹോട്ടലിലാണ് സംഭവം. രാവിലെ ഹോട്ടലിലെത്തിയ സുബൈർ ഇവിടെ ചുറ്റിത്തിരിഞ്ഞു നിന്ന ശേഷം ചാരിറ്റി ബോക്സ് തട്ടിയെടുക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തണൽ ഡയാലിസിസ് സെന്ററിന്റെ ചാരിറ്റി ബോക്സ് ആണ് സുബൈർ മോഷ്ടിച്ചത്. ആളില്ലാത്ത സമയം ബോക്സ് എടുത്ത് തുണി കൊണ്ട് പൊതിഞ്ഞ് കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. CCTV ദൃശ്യങ്ങൾ കണ്ടതോടെ പ്രതിയെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയായിരുന്നു. ഈരാറ്റുപേട്ടയിൽ ഇയാൾ ചക്ക കച്ചവടം നടത്തുന്നതായി വിവരമുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. സുബൈറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോട്ടയം. ചിലർ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം ബന്ധങ്ങൾ പോലും നോക്കാറില്ല. മൂന്നാറിൽ യുവതിയുടെ 10 പവൻ സ്വർണം മോഷ്ടിച്ചത് സ്വന്തം സഹോദരനാണ്. ഭർത്താവുമായി പിരിഞ്ഞു കഴിഞ്ഞിരുന്ന യുവതി സഹോദരന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് മോഷണ കേസിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് യുവാവ് പിടിയിലായത്.
മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിൽ താമസിക്കുന്ന പ്രവീണാണ് അറസ്റ്റിലായത്. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് സൗത്ത് ഡിവിഷൻ ആറമുറി ലൈനിൽ വി പ്രവീണാണ് അറസ്റ്റിലായത്. 10 ദിവസം മുൻപാണ് പ്രവീണിനൊപ്പം താമസിക്കുന്ന സഹോദരി ബിനോ കമറുദ്ദീൻ്റെ സ്വർണം മോഷണം പോയത്. ഇവർക്കൊപ്പം അമ്മയും താമസിച്ചിരുന്നു. ഓട്ടോ ഡ്രൈവറായ പ്രവീണിനെ 10 ദിവസം മുൻപ് കാണാതായി. തുടർന്ന് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണം നഷ്ടമായതായി കണ്ടെത്തിയത്. ബിനോ കമറുദ്ദീൻ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രവീൺ കോയമ്പത്തൂരിലുള്ളതായി കണ്ടെത്തി. അവിടെ എത്തി പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. പോലീസ് എത്തിയതിനെ തുടർന്ന് ഇയാൾ മൂന്നാറിലേക്ക് തിരികെ വരുന്നതിനിടയിലാണ് പിടിയിലായത്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രവീൺ മുൻപ് മോഷണക്കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 ഇടുക്കി. സോഷ്യൽ മീഡിയയിൽ താരമാകാൻ അപകടകരമായ രീതിയിൽ റീൽസുകൾ ചിത്രീകരിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ അപകടമൊന്നും സംഭവിക്കില്ലെങ്കിലും അത് പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഓടുന്ന ട്രെയിനിൽ അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച യുവതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നാഗർകോവിൽ സ്വദേശിനി ഷക്കീല ബാനുവാണ് അപകടകരമായ യാത്ര നടത്തിയതും ദൃശ്യങ്ങൾ പകർത്തിയതും. യുവതിക്കെതിരെ നടപടിയെടുക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. നാമക്കൽ നാഗർകോവിൽ ട്രെയിനിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. നാഗർകോവിൽ സ്വദേശി ഷക്കീല ബാനുവാണ് അപകടകരമായ യാത്ര നടത്തിയതും ദൃശ്യങ്ങൾ പകർത്തിയതും. ട്രെയിനിന്റെ വാതിൽപ്പടിയിലിറങ്ങി നൃത്തം ചെയ്യുന്നതടക്കം ദൃശ്യങ്ങളിലുണ്ട്. മറ്റാരോ ആണ് വീഡിയോ ചിത്രീകരിക്കുന്നത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതോടെയാണ് യുവതിയുടെ അപകടയാത്ര പുറത്തറിഞ്ഞത്. ഇത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കും സമാനമായ രീതിയിൽ ദൃശ്യങ്ങൾ എടുക്കുവാൻ പ്രചോദനമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി റെയിൽവേ പോലീസ് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണങ്ങൾ അത്ര പുതുമയുള്ള കാര്യമല്ല. മലയാള സിനിമാ രംഗത്ത് കോളിളക്കമുണ്ടാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്നുള്ള വിവാദങ്ങളും അല്പം ആറിത്തണുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബോളിവുഡിൽ നിന്നാണ് പുതിയ ലൈംഗിക ആരോപണം. ഹോം ബൗണ്ട്, ജൂബിലി, CTRL എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനായ പ്രതീക്ഷയ്ക്കെതിരെയാണ് ആരോപണമുയർന്നിരിക്കുന്നത്. യുവതികളോട് നഗ്നചിത്രം ആവശ്യപ്പെടുകയും മോശമായി ചാറ്റിംഗ് നടത്തുന്നതുമാണ് ഇയാളുടെ രീതി. ഇങ്ങനെ 20ഓളം സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചതോടെ പ്രതീക്ഷ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. ഇരയാക്കപ്പെട്ടവരുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് തന്റെ ആരോപണമെന്നാണ് അഭിനവ് സിംഗിന്റെ വാദം. പ്രതീക് ഷായുടെ ചാറ്റുകൾ അതിരുവിട്ടതായിരുന്നുവെന്ന് ആരോപിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ അഭിനവ് സിംഗ് സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പുറത്തുവിട്ടു. നഗ്നചിത്രങ്ങൾ അയക്കുക, ആവശ്യപ്പെടുക തുടങ്ങി 20ഓളം സ്ത്രീകൾക്ക് പ്രതീക് ഷായിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായതായി അഭിനവ് ആരോപിക്കുന്നു. ആരോപണങ്ങളോട് പ്രതീക് ഷാ പ്രതികരിച്ചിട്ടില്ല. പുതിയ ചിത്രം
ഹോം ബൗണ്ടിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് കാൻ ചലച്ചിത്രമേളയിലുള്ള പ്രതീക്ഷ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നാല് വർഷം മുൻപും പ്രതീക്ഷയ്ക്കെതിരെ പരാതിയുണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ജോലി ആവശ്യവുമായി ഇൻസ്റ്റഗ്രാം വഴി പ്രതീക്ഷയെ ബന്ധപ്പെട്ടെന്നും സംഭാഷണം വളർന്നപ്പോൾ നഗ്നചിത്രം ആവശ്യപ്പെട്ടുവെന്നുമായിരുന്നു യുവതിയുടെ പരാതി. ഇത് പിന്നീട് ഇന്ത്യൻ വുമൺ സിനിമാഗ്രാഫേഴ്സ് കളക്ടീവ് മുമ്പാകെ എത്തിയിരുന്നു. അന്ന് ഷാ മാപ്പ് പറഞ്ഞ് നടപടികളിൽ നിന്നൊഴിവായതായാണ് വിവരം. ആരോപണങ്ങൾക്ക് പിന്നാലെ വിശദീകരണവുമായി ഹോം ബൗണ്ടിന്റെ നിർമ്മാതാക്കളായ ധർമ്മ പ്രൊഡക്ഷൻസ് രംഗത്തെത്തി. ഹോം ബൗണ്ടിൽ ഫ്രീലാൻസറായാണ് പ്രതീക്ഷ പ്രവർത്തിച്ചതെന്ന് നിർമ്മാണ കമ്പനി വ്യക്തമാക്കി. പ്രവർത്തന കാലയളവിൽ ചിത്രത്തിന്റെ ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ധർമ്മ പ്രൊഡക്ഷൻസിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്യാൻസർ രോഗികൾക്ക് ചെറിയൊരു അണുബാധ ഉണ്ടായാൽ അവരുടെ ആരോഗ്യനില മോശമാകും. അതിനാൽ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും അതീവ ശ്രദ്ധ പുലർത്തണം. എന്നാൽ കൊല്ലം NS ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ നിന്ന് ക്യാൻസർ രോഗി കഴിച്ച ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തി. ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയ ഭക്ഷണ പൊതിയിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തിയതായാണ് പരാതി. പകുതി ഭക്ഷണം കഴിച്ച രോഗിക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതായും ആരോപണമുണ്ട്. സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി. എന്നാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ക്യാൻസർ രോഗിയായ കരിങ്കോട് സ്വദേശി അൽഫോൺസ് 2 ദിവസമായി കൊല്ലം NS ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അൽഫോൺസിന്റെ ഭാര്യ രാവിലെ ആശുപത്രി ക്യാന്റീനിൽ നിന്നും വാങ്ങിയ ഭക്ഷണത്തിലായിരുന്നു പുഴുവിനെ കണ്ടത്. സംഭവം ക്യാന്റീൻ ജീവനക്കാരോടും ആശുപത്രി അധികൃതരോടും പറഞ്ഞപ്പോൾ മോശം അനുഭവം ഉണ്ടായതായും കുടുംബം പറയുന്നു. NS ഹോസ്പിറ്റലിലെ ക്യാന്റീനിൽ നിന്ന് മേടിച്ച ഫുഡിനകത്ത് നിന്ന് കിട്ടിയ പുഴുവാണിത്. ഇത് കഴിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചികിത്സയിൽ ഇവിടെ NS ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പം ഞാൻ ഇത് ക്യാൻറ്റീനിലെ അധികൃതരെ അറിയിച്ചപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കിത് കുഴപ്പമില്ല, ഇത് പാർട്ടിക്കാരുടെ ഹോസ്പിറ്റലായതുകൊണ്ട് അവർക്കത് പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കാര്യം. ഭക്ഷണം പകുതി കഴിച്ചപ്പോഴാണ് പുഴുവിനെ കണ്ടത്. തുടർന്ന് വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടയാൾ ചികിത്സയിൽ തുടരുകയാണ്. കുടുംബം പോലീസിൽ പരാതി നൽകി. വിഷയം പുറത്തു പറയരുതെന്ന് ആശുപത്രി PRO പറഞ്ഞുവെന്നും കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നു. ആശുപത്രി അധികൃതർ സംഭവം നിസ്സാരവൽക്കരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ പഴഞ്ഞിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കാട്ടക്കാമ്പാൽ ചിറക്കൽ സെന്ററിലെ മൾട്ടിപർപ്പസ് സൊസൈറ്റിയിൽ നിന്നും കോടികൾ തട്ടിപ്പ് നടത്തിയ പാർട്ടി മുൻ നേതാവ് അറസ്റ്റിൽ. 1.5 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂലേപ്പാട്ട് സ്വദേശി VR സജിത്താണ് അറസ്റ്റിലായത്. ഡൽഹിയിൽ 282 ഗ്രാം കൊക്കീനുമായി വിദേശ യുവാവ് പിടിയിൽ. നൈജീരിയൻ പൗരൻ ഡേവിഡ് ലിയാനാണ് പടിഞ്ഞാറൻ ഡൽഹിയിൽ പിടിയിലായത്. രാജസ്ഥാനിലെ ബാരൻ ജില്ലയിൽ 4 വയസ്സുള്ള മകളെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം അലമാരിയിൽ ഒളിപ്പിച്ചു വെച്ച യുവതിയും പങ്കാളിയും അറസ്റ്റിൽ. റോഷൻ ബായിയും പങ്കാളി മഹാവീർ ബർവയുമാണ് അറസ്റ്റിലായത്. നമ്മളേറെ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് മുറിവേൽക്കുമ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടുവെന്ന് തോന്നുമ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ടല്ലേ. ചില പരാജയങ്ങളും നഷ്ടപ്പെടലുകളും നമുക്ക് വല്ലാത്ത വേദന സമ്മാനിക്കും. പ്രത്യേകിച്ച് ഇക്കാലത്ത് കൗമാരക്കാരുടെ മനസ്സ് വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രണയ നൈരാശ്യമോ പരീക്ഷയിലെ തോൽവിയോ ഒറ്റപ്പെടലോ പലരെയും ആത്മഹത്യയിലേക്ക് നയിക്കാം. കോഴിക്കോട് മുക്കത്ത് +2 വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് ഒടുവിലത്തേത്. കാരശ്ശേരി സ്വദേശിനി അനനിയെ വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.
എന്താണ് മരണകാരണമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ആ പെൺകുട്ടിയെയും അലട്ടിയിരുന്നത്. എനിക്കാരുമില്ലെന്ന, ആരും എന്നെ കേൾക്കാനില്ലെന്ന തോന്നലൊക്കെ സ്വാഭാവികമാണെന്നേ. ഈ ലോകത്ത് നമുക്ക് ജീവിച്ചു പോകാനും രക്ഷപ്പെടാനും ഒരുപാട് സാധ്യതകളുണ്ട്. ചെറിയ പരാജയങ്ങളിൽ പതറുകയല്ല വേണ്ടത്. നമ്മൾ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.